മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് കൊച്ചുചേമ്പ് ചെറുചേമ്പ് കൊച്ചുചേമ്പ് എന്നൊക്കെയാണ് ഇതിന് അറിയപ്പെടുന്നത്. വളരെ സ്വാദിഷ്ടവും കറി വെക്കാനും അവിയൽ വെക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതും ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ളതുമായ ഒരു കിഴങ്ങുവർഗ്ഗ വിളയാണ് ഈ കൊച്ചുചേമ്പെന്ന് പറഞ്ഞാൽ. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ മാതാപിതാക്കളൊക്കെ ധാരാളമായി ഇത് കൃഷി ചെയ്തിരുന്നു. അത് രാവിലെ ഇളം ചൂടുള്ള കഞ്ഞിയോടൊപ്പം ഇതിൻ്റെ കറി കൂടെ കഴിച്ച സ്വാദ് നമ്മുടെ ഒന്നും നാക്കിൽ നിന്നും പോയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ അവിയലും അതുപോലെ തന്നെ ഈ കൊച്ചിയവനോടൊപ്പം തന്നെ ഉണക്കമീനൊക്കെ ഇട്ട് വെക്കുന്ന കറിയും ഇവിടെയൊക്കെ സ്വാദ് വളരെ നല്ലതായിരുന്നു. ആ കാലഘട്ടത്തിൽ പൊതുവേ രോഗങ്ങളൊന്നും മനുഷ്യർക്കില്ലായിരുന്നു. ഇപ്പം ഏതെല്ലാം പേരുകളിലാണ് രോഗങ്ങൾ അടങ്ങിയിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും കൊച്ചിയമ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ്. പക്ഷേ ഇതൊന്നും കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നതല്ല എന്ന വസ്തുത അറിയുമ്പോഴാണ് നാം ഞെട്ടിപ്പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഇന്ന് കർഷകർ ഉപേക്ഷിക്കാനും ഒക്കെയുള്ള ഒട്ടനവധി കാരണങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ധാരാളം ആൾക്കാർ 50 വയസ്സിന് മേളിലൊക്കെയുള്ള ആൾക്കാർ വെറുതെ നടക്കുക. കാരണം അവർക്കൊന്നും ചെയ്യാൻ കൃഷിക്ക് താല്പര്യമുണ്ട്, കൃഷിക്കാരൊക്കെ ആയിരുന്നു. ക്ഷുദ്രജീവികളുടെ ഉപദ്രവങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പലവിധ കാരണങ്ങൾ, വളത്തിൻ്റെ വില കൂടുതൽ, അതുപോലെ തന്നെ ജോലിക്കാരുടെ ലഭ്യതക്കുറവും അവരുടെ വേതന വർധനവും, ഇതൊക്കെ കൃഷിയുടെ ആദായവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ അസഹനീയമാണ്. അതുകൊണ്ട് തന്നെ പുരയിടങ്ങൾ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ എൻ്റെ പുരയിടത്തിൻ്റെ തൊട്ടടുത്തുള്ള പുരയിടങ്ങൾ മൊത്തം തന്നെ കാട് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാട്ടുപന്നികളുടെ ശല്യം ഉണ്ട്. കാരണം ഈ കാട് പിടിച്ച് കിടക്കുന്ന പുരയിടങ്ങളിൽ പകൽ സമയങ്ങളിൽ ഈ കാട്ടുപന്നി തമ്പടിക്കുകയും അവിടെ നിന്നും കൃഷി പുരയിടങ്ങളിലേക്ക് കയറി കിഴങ്ങുവർഗ്ഗ വിളകൾ ഒക്കെ നശിപ്പിക്കുകയും ചെയ്തു. കിഴങ്ങുവർഗ്ഗ വിളകൾ മാത്രമല്ല, നേരത്തെയൊക്കെ ചീനിയും കാച്ചിലും കിഴങ്ങും ചേനയൊക്കെ ആയിരുന്നു. ഇപ്പോഴും വാഴയും അതുപോലെ തന്നെ നാണ്യവിളയായ റബ്ബർ പോലും ഇത് എടുത്ത് കളയുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതിനെ അതിജീവിച്ചെങ്കിലേ പറ്റൂ. കാരണം നല്ല ആരോഗ്യവും ഉണ്ടാവണമെങ്കിൽ നല്ല ആഹാരം കഴിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ എത്ര തന്നെ സമ്പത്ത് ഉണ്ടാക്കി വെച്ചാലും എത്ര തന്നെ സൗന്ദര്യത്തിൽ ശ്രദ്ധിച്ച് നമ്മൾ നടന്നാലും ആരോഗ്യമില്ലെങ്കിൽ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. ആരോഗ്യം ക്ഷയിച്ചാൽ ആദ്യമായിട്ട് നമ്മുടെ മനസ്സമാധാനം ക്ഷയിക്കുന്നു. ആ ആരോഗ്യവും മനസ്സമാധാനവും ക്ഷയിക്കുന്നുണ്ടേ നമ്മുടെ സാമ്പത്തിക നില താറുമാറാകുന്നു. പിന്നീട് ഉള്ള ദിനങ്ങൾ നമ്മൾ നരകതുല്യമായ ഒരു ജീവിതമായിരിക്കും നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ മുറ്റത്ത് അല്പം മുറ്റേ ഉള്ളെങ്കിൽ പോലും നമ്മുടെ മുറ്റത്ത് നമുക്ക് വിളകൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം. അതിനുള്ള യത്നത്തിലാണ് ഇലഞ്ഞൂർ ബ്ലോഗ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു മൂടെങ്കിലും ഒന്ന് വെച്ചു പിടിപ്പിച്ചാൽ നമുക്കതിൽ നിന്നും കിട്ടുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് മാനസികമായ സംതൃപ്തി, അതുപോലെ ശാരീരികമായ ഒരു വ്യായാമം. അതിലൊക്കെ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഈ കഫമൊക്കെ അടിഞ്ഞു കൂടുകയാണെങ്കിൽ നമുക്ക് പനി പിടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വിസർജന അവയവമാണ് ത്വക്ക്. നമ്മൾ ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ത്വക്കിന് അതിൻ്റെ പ്രവൃത്തി ചെയ്യാൻ പറ്റാതെ വരികയും അങ്ങനെ വിയർപ്പ് വിയർപ്പ് പൊടിയാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ത്വക്ക് രോഗങ്ങൾ അത് സംബന്ധിച്ച അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം നമ്മുടെ ശരീരത്തിന് പലവിധ അസുഖങ്ങളും വിടും. അപ്പോൾ ഈ കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ കർഷകന് എന്ന് പറയാൻ വലിയ വിപണന സൗകര്യമുള്ള കൃഷിയൊന്നുമല്ല. ഇപ്പം തന്നെ ഞാൻ ഇവിടെ നട്ട് കാണിക്കാൻ നടുന്നത് 2 കൊച്ചിയമ്പാണ്, 2 തരത്തിലുള്ള കൊച്ചിയമ്പ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇതാണ് കൊച്ചിയമ്പ്. ഞാൻ ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ നട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോയുണ്ട്. ഇപ്പം മണ്ണിൽ നടുകയാണ്. മണ്ണിൽ നടുന്നത് ഇപ്പോൾ ഈ 2 മൂട് ചേമ്പ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ചേമ്പ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുറ്റത്തൊന്ന് ചെയ്യാം. പന്നിയെ പ്രതിരോധിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ പുരയിടത്തിൽ പന്നികളുണ്ട്. അപ്പം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ പന്നി ഇറങ്ങി തുടങ്ങിയിട്ട്. കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ, തൊട്ടടുത്ത പുരയിടങ്ങളൊക്കെ കാട് കയറി വെറുതെ കിടക്കുകയാണ്. അതൊക്കെ വെറുതെ കിടക്കുന്ന 2-3 കാരണങ്ങളുണ്ടെന്ന്. പിന്നെ മാതാപിതാക്കൾ വൃദ്ധരായി, അങ്ങനെ ആയപ്പോഴും മക്കളൊക്കെ വിദേശത്താണ്. അപ്പം ജോലിക്കാരെ നിർത്തി കാട് തെളിയിക്കാനൊന്നുമില്ല. അപ്പോൾ അവർ വീടിന് ചുറ്റും ഒരു മതിലൊക്കെ കെട്ടി മറ്റുള്ള പുരയിടങ്ങളെല്ലാം കാട് കയറി കിടക്കുകയാണ്. ദുഷ്ടസർപ്പങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന കൃഷി നശിപ്പിക്കുന്ന ക്ഷുദ്രജീവികളുമൊക്കെ തമ്പടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ സമീപഭാവിയിൽ കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങൾ മൊത്തം അങ്ങനെ ആകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ ഉത്കണ്ഠ പങ്കുവച്ചാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഈ 2 മൂട് ചേമ്പ് വലിയ വിളവ് കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് നടന്നത്? പഴയ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പണയൊക്കെ കോരി വട്ടത്തിൽ തടമൊക്കെ വെട്ടി
ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് ഒക്കെ നട്ടാണ് പിടിക്കുന്നത് കൊടുന്ന്. ഇപ്പോൾ അങ്ങനൊന്നും ഒക്കത്തില്ല. ഇപ്പം നമുക്ക് 10 100 മൂട് നടാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പണ്ട് കൃഷിയെ മാത്രം ആശ്രയിച്ചിരുന്ന ജീവിത ശൈലി ഉള്ളപ്പോൾ കൃഷി ആണ് പ്രധാന വരുമാന മാർഗ്ഗം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആവശ്യം കഴിഞ്ഞ് വിൽക്കാനൂടെ, നമ്മുടെ കുടുംബം പുലർത്താനുള്ള വരുമാനത്തിന് വേണ്ടി വിൽക്കാനൂടെ നമ്മളിത് കൃഷി ചെയ്യുമായിരുന്നു. അന്ന് വളത്തിനൊന്നും വലിയ വിലയില്ലായിരുന്നു. ചാണകമൊക്കെ യഥേഷ്ടം കിട്ടുമായിരുന്നു, ചാരം യഥേഷ്ടം കിട്ടുമായിരുന്നു, ജോലിക്കാരുടെ ലഭ്യത വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ നിത്യോപ സാധനങ്ങളുടെ വില കുറവായിരുന്നു. ഇപ്പോഴും നമുക്കറിയാം തേങ്ങയൊക്കെ എന്തോ ഒരു വിലയാണുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയിരുന്ന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല, സർക്കാരുകളെ പഠിച്ചുകൊണ്ട് കഥയില്ല, നമ്മുടെ സാഹചര്യത്തെ പഠിച്ചുകൊണ്ട് കഥയില്ല, നമ്മുടെ കഷ്ടകാലം ഒന്നും പറഞ്ഞിട്ട് കഥയില്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഉണരുക, നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യുക. അപ്പം ഒരു കാര്യം നമ്മൾ ഓർക്കണം, അലസന്മാരുടെ മനസ്സിലാണ് ചെകുത്താൻ കുടിയിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. പ്രവർത്തിക്കുന്നവരെ ഏത് ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ട് പ്രിയപ്പെട്ടവരെ, അതിൽ എത്ര എണ്ണം നമ്മൾ ഉണ്ടാക്കിയതാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ ഉദാസീനത നമ്മളത് മനസ്സിലാക്കുന്നത്. ഇത് മാത്രം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ബ്രഷും പേസ്റ്റും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതാരാണ്? നമ്മൾ ഉണ്ടാക്കിയാണോ? അപ്പം നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ, ഭക്ഷണത്തിനായാലും ഒക്കെ നമുക്ക് കഴിയുന്ന രീതിയിൽ നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ തുടക്കം കുറിക്കാം. അപ്പം ഞാൻ ഇവിടെ ചേമ്പ് നടാൻ ഇത്തരത്തിലൊരു തടമാണ് ഇട്ടിരിക്കുന്നത്. സമചതുരത്തിൽ ഒരു തടമാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പം നേരത്തെ ഇങ്ങനല്ലായിരുന്നു, നേരത്തെ പണ കോരുമായിരുന്നു. ഇപ്പം സമചതുരത്തിൽ ഞാനൊരു തടം എടുത്തിട്ടു. ഒപ്പം മഴ പെയ്ത് വെള്ളം അതിലോട്ട് ഇറങ്ങാത്ത രീതിയിൽ അതിന് സൈഡിൽ ഞാൻ വരമ്പും വെച്ചു. ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സംഗതി എന്ന് വെച്ചാൽ, വളമായിട്ട് എടുത്തിരിക്കുന്നത് ഇത് കമ്പോസ്റ്റ് വളമാണ്. നമുക്കറിയാം ഈ ചേമ്പ് വർഗ്ഗ വിളകൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടതെന്ന് വെച്ചാൽ കമ്പോസ്റ്റ് വളങ്ങളാണ്. പച്ചിലയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ പച്ചക്കറി അവശിഷ്ടങ്ങളും ഇതെല്ലാം കൂടെ കിടന്ന് അവിഞ്ഞ് ഇതെല്ലാം കൂടെ ഒരു വളമായിട്ട് രൂപപ്പെട്ട് ആ വളമാണ് ചേമ്പുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, വാഴകൾക്കിടവിളയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാന്തരം ഒരു കിഴങ്ങ് വർഗ്ഗ വിളയാണ് ചേമ്പ് നടാം, കാച്ചിൽ നടാം. ഇതൊക്കെ നമുക്ക് ചേന നടാം. ഇതൊക്കെ നമുക്ക് ഇടവിളയായിട്ട് നടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാടൊന്നും നടണ്ട. കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ ഒരു 100 മൂട് ചേമ്പ് നടന്ന ആ ജോലിയും അധ്വാനവും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിൻ്റെ അന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കാട്ടിൽ 100 ഇരട്ടി വിളവ് കൂടുതൽ എടുക്കാനുള്ള വൈഭവങ്ങളും അറിവുകളും ഒക്കെ പഠനങ്ങളും ഒക്കെ ഇപ്പം നമുക്കറിയാം. അതാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. അതാണ്ട് ഈ വളം ഞാൻ ഇങ്ങോട്ട് ഇട്ടു. ഇനി ഇത് മണ്ണുമായിട്ടൊന്ന് കൂട്ടി കിളക്കണം. കാരണം ചേമ്പിൻ്റെ വേര് നമുക്കറിയാം ഒരുപാട് ദൂരേക്ക് പോകത്തില്ല, ചുറ്റുപാട് നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് താഴ്ന്ന് മേളിൽ നോക്കി ഇത് വളം വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മണ്ണുമായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ചെറു കൂന പോലെ ആണ് ഇത് അകം വളം നമ്മൾ കൂട്ടി യോജിപ്പിച്ച്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചേമ്പിൻ്റെ വിത്ത് എടുത്ത് നടുകയാണ്. അപ്പോൾ 2 കിളിപ്പാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ 2 ഭാഗത്തായിട്ട് കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു സുഹൃത്തുക്കളെ, നമുക്കറിയാവുന്ന പോലെ തന്നെ ചേമ്പിന് അതിൻ്റെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്തണം. അതുകൊണ്ട് തന്നെ പച്ചിലകൾ, ഏറ്റവും കൂടുതൽ പച്ചിലകളാണ് നമ്മൾ ഈ ചേമ്പിന് ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊരു 6 മാസം 7 മാസമൊക്കെയാണ് ഇതിൻ്റെ വിളവ് കാലാവധി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇനി വൃത്തത്തിൽ ഇതിൻ്റെ ചെനച്ച് ഇതിൻ്റെ വിത്തുകൾ പൊട്ടും. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ ഇലകൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു വളം കൂടെ ചെയ്യണം. ഒരു വളം കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 1 മാസം കഴിഞ്ഞാൽ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു വളം, ആ വളത്തിനകത്തൊരു അല്പം എല്ലുപൊടി അതുപോലെ തന്നെ ചാണകത്തിൻ്റെ പൊടി ഉണക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. കോഴിവളം ആരെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ ദൂരെ കൂട്ടി വേണം കോഴിവളം ഇട്ട് കൊടുക്കാൻ.
അതിനോടൊപ്പം തന്നെ പച്ചില വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണം. അതുപോലെ ഇതിൻ്റെ വിളവ് പൂർത്തിയാവുമ്പോൾ ഇലകളൊക്കെ പിന്നെ പഴുക്കും. ഇലകളൊക്കെ പഴുക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ ഈ കുഴി വെട്ടി അടുപ്പിക്കണം. അടുപ്പിച്ച് 1 മാസം കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് കിളച്ചെടുക്കാം. അപ്പോൾ ഈ കാണിച്ചതിൻ്റെ കൂട്ട് കൃഷി ചെയ്യുവാണെങ്കിൽ നല്ല വിളവെടുക്കാൻ സാധിക്കും. അങ്ങനെ നേരത്തെ മുൻകാലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ, മുത്തച്ഛന്മാരൊക്കെ സ്വാദിഷ്ടമായ അനുഭവിച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ രുചിയും അതിൻ്റെ മഹിമയും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ അനുഭവിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇതിന് തോലിടുന്ന നോക്കിയാൽ ഇതിപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ചീമക്കൊന്നയുടെ തോലാണ്. ചീമക്കൊന്നയുടെ തോല് തന്നെ വേണമെന്നില്ല. നമ്മുടെ മുറ്റത്തൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന കാടുകളും ചെടികളും ഒക്കെ അറുത്തെടുത്ത് പിഴുതെടുക്കരുത്. പിഴുതിട്ട് കഴിഞ്ഞാൽ അവിടെ വീണ്ടും കിളിച്ച് വരും. അറുത്തെടുത്ത് കൊണ്ടിട്ടാൽ മതി. 1-2 ആഴ്ച കഴിഞ്ഞാൽ അത് വീണ്ടും ഒഴുകും. വീണ്ടും എന്ത് ചെയ്യണം? ഇത് കൊണ്ടിടണം. ഒക്കുന്നെങ്കിൽ കുറേശ്ശെ മണ്ണ് അതിൻ്റെ മുകളിലൊന്ന് ഇട്ടും കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ചിലവൊന്നുമില്ലാതെ ഇതിൻ്റെ വിളവെടുപ്പൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. കാരണം പരീക്ഷിച്ച് നോക്കിയപ്പോഴേ എനിക്ക് 10 കിലോയോളം ചേമ്പ് ഇതിനകത്ത് കിട്ടിയായിരുന്നു. പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ എനിക്ക് ഇത് പ്രയോജനപ്പെടണമെന്നൊരാഗ്രഹം കൃഷി ചെയ്യുന്നത് മുതൽ കൃഷിയുടെ വിളവെടുക്കുന്നിടം വരെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഈ ചെയ്യുന്നത് ഒരു 10 പേര് ഇത് കണ്ട് ചെയ്താൽ ഒരു 8 പേർക്കെങ്കിലും അത് പ്രയോജനപ്പെടണമേ എന്ന ഒരാത്മാർത്ഥത കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഒരു പ്രവൃത്തി 100 പേര് ചെയ്യുമ്പോൾ 100 പേർക്കും വിജയഭാവം ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത് ആത്മവിശ്വാസക്കുറവ്. നമ്മൾ ഏതൊരു ജോലിയിൽ ഏർപ്പെട്ടാലും, പഠനമായിക്കോട്ടെ, പരീക്ഷയായിക്കോട്ടെ, ഉദ്യോഗമായിക്കോട്ടെ, ജീവിതമായിക്കോട്ടെ, ആത്മവിശ്വാസത്തിന് വിള്ളലേറ്റാൽ വിജയം സുനിശ്ചിതമല്ല എന്ന കാര്യം അസന്നിഗ്ധമായി പറയാൻ എനിക്ക് കഴിയും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആ വളം, അതിൻ്റെ കാര്യം ഒരുപാട് വളം ചെയ്തു കൊടുക്കും. ചിലർ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് വേറെ പല വീഡിയോകളും കണ്ടിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ചെയ്യും. അത് തികഞ്ഞ പരാജയമായിരിക്കും. കാരണം ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിൽ ഒരു ചീനി നടുന്ന കപ്പ നടുന്ന വിധമാണ്. ഞാൻ നേരത്തെ അങ്ങോട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ പറയുകയാണ്. ഈ കപ്പ പിന്നെ അത് അന്നേരം തന്നെ അത് പിഴുവാണ്. അന്നേരം തന്നെ അത് പറിച്ചെടുത്തപ്പോൾ 2 കിഴങ്ങ്, ആ 2 കിഴങ്ങുള്ള കപ്പയുടെ കമ്പ് അന്നേരം തന്നെ മുറിച്ചെടുക്കുക. അന്നേരം തന്നെ മുറിച്ചെടുത്ത് അവിടെ തന്നെ പിന്നെ വട്ടത്തിൽ തടം വെട്ടി കുറേ വളമൊക്കെ ഇട്ട് കുറേ പിന്നെ കുമ്മായമൊക്കെ ഇട്ട് അതിൻ്റെ അവിടെ ആ കമ്പം ഊന്നി. ആ കമ്പ് ഊന്നിന് ശേഷം കുറേ വെള്ളം കൂടെ അതിൻ്റെ പിന്നെ മണ്ടയ്ക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് തെറ്റാണ്. അങ്ങനെ ചെയ്താൽ കപ്പ കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ആ കൃഷി രീതി ഒരിക്കലും പാടില്ലാത്ത ഒരു കൃഷി രീതിയാണ്. കാരണം ഒരു കപ്പത്തണ്ട് കപ്പ വിളവെടുത്തതിന് ശേഷം ഏതാണ്ട് 30 ദിവസം പോലെ 90 ദിവസം വരെയെങ്കിലും അത് തണലത്ത് മാറ്റി വെക്കണം. കാരണം അതിൻ്റെ മുകുളങ്ങൾക്ക് സുഷുപ്തിയിലാവാൻ ഒരവസരം നമ്മൾ കൊടുക്കണം. അതിനുശേഷം അനുകൂലമായ സാഹചര്യത്തിൽ, അതായത് മണ്ണും വളവും ലഭിക്കുന്നുണ്ടെങ്കിൽ വേണം ആ മുകുളങ്ങൾ ഉണരാൻ, സുഷുപ്തിയിൽ നിന്ന് ഉണർന്ന് കിളിച്ച് അത് വളർന്നു വരാൻ. അതാണ് സംഗതി. പിന്നെ മറ്റൊന്ന്, ഒരിക്കലും കപ്പ നടുന്ന ദിവസം അതിന് വെള്ളം ഒഴിക്കരുത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കറ അങ്ങ് പോകും. കറ പോകുന്നുണ്ടെങ്കിൽ ആ കറ പറ്റി പിടിച്ചിരുന്നെങ്കിൽ മാത്രമേ വേരാവത്തുള്ളൂ. ആ കറ ഈ വെള്ളം കൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ ദ്വാരം വീഴുകയും അത് ജീവികൾ കയറി അത് വല്ലായി പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒരു ഘടകങ്ങളാണ്. അതുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ കണ്ടാൽ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രം നമ്മൾ ചെയ്യുക. കാരണം ഈ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് വേറെ പലതും ചെയ്യുവാണെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുറവാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും കൃഷി ചെയ്യാൻ ഉള്ള സ്ഥലത്ത് ഉള്ള രീതിയിൽ വളരെ ലഘുവായ സമയം ചിലവഴിച്ചുകൊണ്ട് കുറച്ച് പൈസകൾ മാത്രം ചിലവഴിച്ചുകൊണ്ട് കൃഷി ചെയ്യാനും നമ്മൾ ചിലവാക്കുന്ന പൈസയുടെ എത്രയോ ഇരട്ടി ലാഭം ഉണ്ടാക്കാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് തുടക്കമിടാം. കൃഷി നമ്മുടെ നിലനിൽപ്പിൻ്റെ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ, നമ്മുടെ സൗന്ദര്യത്തിൻ്റെ, നമ്മുടെ ആയുസ്സിൻ്റെ ഒക്കെ മൂല്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് മുന്നേറാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.